ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറാണ്. ഞാൻ എൻ്റെ ഹോം സ്റ്റേ ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഓണറിൻ്റെ വീടും പരിസരമൊക്കെയാണിത്. അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ തന്നെയാണ് സ്റ്റേ. പക്ഷേ ഇന്ന് ഇവിടെ നമ്മൾ ഇടുക്കിക്ക് പോവാണ്. ഇടുക്കിയൊക്കെ പോയി കറങ്ങിയിട്ട് വന്നിട്ട് ഇവിടെ തന്നെ ആയിരിക്കും സ്റ്റേ. എന്നിട്ട് നാളെ വീട്ടിൽ പോകാനായിട്ടാണ് പ്ലാൻ. ഇനിയിപ്പോൾ പോകുന്ന വഴി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ നമുക്ക് ഇടുക്കിക്ക് പോവാം. നമ്മളങ്ങനെ ആനച്ചാലും ഇറങ്ങിയിട്ടില്ലേ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള സെങ്കളം ഡാമിലെത്തിയേക്കാണ്. ഇവിടുന്ന് അടുത്ത ബോട്ടിങ്ങും കാര്യങ്ങളും കയാക്കിങ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇച്ചിരി ദൂരെ കാണാൻ പറ്റുന്നോന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഗൈസ്, ആക്ച്വലി ഇത് നല്ലൊരു റൂട്ടാണ്. സ്കൂട്ടറിന് പോകാനാണെങ്കിൽ അടിപൊളിയായിരിക്കും. 2 വീലറിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി കിട്ടില്ല റൂട്ടാണ് ഇത്. നമ്മൾ ആക്ച്വലി മൂന്നാറിൻ്റെ കാണാത്തൊരു സ്ഥലമാണ് ഇത്. നല്ല രസമുണ്ട്. അതിങ്ങനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. നല്ല രസമുണ്ട്. എന്ത് വേണ്ടി മലകളാണെന്നറിയാം. എനിക്കറിയില്ല വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോന്ന്. പക്ഷെ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഈ വഴി കുറച്ച് പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുന്ന വഴിയാണ്. നമ്മുടെ കെയർടേക്കർ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും വഴി ഓക്കെ ആവും. കുറച്ച് വഴി മോശമായിരിക്കും, എന്നാൽ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും വഴി ഓക്കെ ആവുന്നു. ചേട്ടാ, നമ്മളങ്ങനെ കല്ലാർകുട്ടി പാലത്തിലെത്തി. അതാണ് ഡാം. ആണ് കല്ലാർകുട്ടി ഡാം. ഒരു എന്താ പറയാ, ഒരു പാലം കണ്ടു. അപ്പം പാലത്തിന്റെ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ വന്നേക്കാണ്. താഴോട്ട് നോക്കിയാൽ നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ നേരെ നോക്കുമ്പോഴത്തേക്കും അവിടെ കാണുന്നുണ്ടോ, ഇതാണ് കല്ലാർകുട്ടി ഡാം. ഇവിടെ ഡാമൊക്കെ തുറന്ന് വെള്ളമൊക്കെ ഒഴുകുമ്പോൾ നല്ല രസമായിരിക്കും. നമ്മൾ പോയ വഴികളിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും പിന്നെ ഡാമുകളും പാലങ്ങളും ഒക്കെ കണ്ട് നമ്മൾ പതുക്കെയാണ് കേട്ടോ ഇടുക്കിക്ക് പോയത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇടുക്കിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ഈ ഒരു വഴിയിൽ എക്സ്പ്ലോർ ചെയ്തത് അടിപൊളിയായിട്ട് ഇഷ്ടമായി. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പഴംപൊരി ഇട്ടിട്ടുണ്ട്. സുഖിയ കുഴപ്പമില്ല. നാരങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാവേ. ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര കൊടുക്കുകയാണ്. നമ്മളങ്ങനെ പെട്രോൾ പമ്പ് എത്തി കഴിച്ചു. അങ്ങനെ പെട്രോൾ അടിച്ചിട്ട് വീണ്ടും നമ്മുടെ യാത്രകൾ തുടരുകയാണ്. ഇവിടെ അതാണ് ഡാം. അവിടെ എത്താൻ വേറെ വഴിയുണ്ടോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. ഈ വഴി തെറ്റിയ അവസരത്തിൽ എനിക്കൊരാളെ ഓർമ്മ വരുന്നുണ്ട്. എൻ്റെ സ്വന്തം ഇടുക്കി പ്രേമിയായ കൂട്ടുകാരൻ അക്ഷയ് ഘോഷ്. അവന് സങ്കടം വന്നാലും സന്തോഷം വന്നാലും എന്ത് വന്നാലും അവൻ ഓടുന്നത് ഇടുക്കിയിലേക്കായിരുന്നു. ഇപ്പൊ പ്രവാസിയാണ്. ഇപ്പൊ ഞാൻ ഓർക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ
ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആ നാറിയോട് ഞാൻ ചോദിച്ചായിരുന്നു ഇടുക്കിയിൽ എങ്ങനെയൊക്കെ പോകാൻ പറ്റും എവിടെയൊക്കെ പോകാൻ പറ്റും. ആ നാറി പറഞ്ഞെന്നില്ല. അവൻ്റെ ചിന്ന വീട് ഇവിടെ ആണോ എന്ന് വരെ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നിട്ടും അവനത് പറഞ്ഞെന്നില്ല. ഈ വീഡിയോ ഞാൻ അവന് സമർപ്പിക്കുന്നു. എന്തായാലും ഇവിടെ വന്നത് 3G ആയി. നമുക്ക് ഇങ്ങനെ വ്യൂ കാണാൻ പറ്റും. അവിടെ ചെറിയ ചെറിയ കുടിലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വ്യൂ കാണാൻ പറ്റും. അപ്പോൾ ഇടുക്കി ഡാമിലോട്ട് പോകാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇടുക്കിയിലെ വേറെ ഏതെങ്കിലും ഇനി സ്ഥലത്തോട്ട് പോവാം. എന്തായാലും ഇത് കഴിഞ്ഞ് സാരമില്ല, ട്രിപ്പ് ഗോസ് ഓൺ, ലൈഫ് ഗോസ് ഓൺ. നമുക്ക് പോവാം. ഇടുക്കി ഡാം തുറക്കാഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അവിടെ താഴെ ഒരു കടയുണ്ടായിരുന്നു. ആ കടയിലെ ചേട്ടനോട് നമ്മൾ ചോദിച്ചു ഡാം എന്താ തുറക്കാത്തത്. അപ്പോൾ ചേട്ടനാണ് പറഞ്ഞത് വെനസ്ഡേയ്സിൽ ഡാം തുറക്കില്ല, നിങ്ങൾക്ക് വ്യൂ കാണണം എന്നുണ്ടെങ്കിൽ വ്യൂ പോയിന്റ് ഉണ്ട്, കാൽവരി മൗണ്ടിലോട്ട് പോയാൽ മതിയെന്ന്. അപ്പം നമ്മൾ കാൽവരി മൗണ്ടിലോട്ട് പോയി. അവിടെ നിന്നൊരു 2-3 കിലോമീറ്റർ എന്തേ ഉള്ളൂ ദൂരം. അങ്ങനെ നമ്മൾ കാൽവരി മൗണ്ടിൽ എത്തിയിട്ടോ. ഇത് ആക്ച്വലി ഒരു തീർത്ഥാടന കേന്ദ്രം കൂടാണ്. ബൈബിളിലെ കാൽവരി മലകളുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണിത്. ഇവിടെ നോമ്പ് കാലത്ത് തീർത്ഥാടകര് കുരിശും കണ്ട് മല കയറാറുണ്ട്. ഇവിടെ നമുക്ക് എൻട്രി ഫീ ഉണ്ട് കേട്ടോ. അഡൽസിന് ഒരാൾക്ക് 40 രൂപയും പിന്നെ 2 വീലറിന് 10 rupees എക്സ്ട്രയും വരുന്നുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല കിഡിലൻ ഗാർഡനിങ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല രസമുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റാണ് കേട്ടോ, നല്ല തണുത്ത കാറ്റ്. അതിൻ്റെ കൂടെ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ആ മേഘങ്ങൾക്കിടയിലുള്ള മലകളും വെള്ളമൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഇടുക്കി ഡാമിൻ്റെ റിസർവോയറിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഗൈസ്. നല്ല ബ്യൂട്ടിഫുൾ ആണ് അത് കാണാനായിട്ട്. അതേപോലെ തന്നെ ഇവിടെ ഇരിക്കാനായിട്ട് നമുക്ക് ബെഞ്ചും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വാഷ്റൂമിലൊക്കെ പോകാനും അതിനുള്ള സൗകര്യങ്ങളുണ്ട്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള വാഷ്റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം ഈ പരിസരം ആണെങ്കിലും വാഷ്റൂം ആണെങ്കിലും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടാണ് കേട്ടോ നോക്കുന്നത്. കേൾക്കണ്ടോ, നല്ല അടിപൊളി വ്യൂ. ഇടുക്കി വരുന്നവർ എന്തായാലും ഇവിടെ വരെ വിസിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അക്ഷയ് ഘോഷ് തിണ്ടി പറ്റിച്ചത് കൊണ്ട് എങ്ങോട്ടൊക്കെ പോകണം എന്നറിയില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഗൈസ്, ഞാൻ എന്ത് മണ്ടിയാന്ന് നോക്കിയേ. നമ്മൾ പോയ വഴിയായിരുന്നു ഡാമിൻ്റെ ഈ വ്യൂ. ഇത് നോക്കാതെ മേളോട്ട് കയറി പോയിക്കണം. ഈ സൈഡ് കണ്ടതേ ഇല്ല. കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ കിടിലനൊരു വ്യൂ കൂടെ ഇവിടുന്ന് കാണാം. ഡാമിൻ്റെ ആ വ്യൂ കാണാം. ഇതാണ് നമ്മുടെ ഇടുക്കി ഡാം. നമ്മളിത് ആ മേളിൽ പോയിട്ടാണ് തിരിച്ചു വന്നത്, ആ മലയുടെ മേളിൽ. ഇന്ന് നമുക്ക് ആക്ച്വലി ഇന്ന് ബുധനാഴ്ചകളിൽ അവിടെ എൻട്രി ഇല്ലെന്നാണ് പറയുന്നത്. അറിയാതെ വന്നതിൻ്റെ കുഴപ്പമാണ്. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇടുക്കി ഡാം വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ ബുധനാഴ്ചകളിൽ വരാതിരിക്കുക. അവിടെ എൻട്രി ഇല്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഡാം. കുടിയേറ്റ സ്മാരകമാണ് അത്. ഇതേ ഗൈസ്, നമ്മളങ്ങനെ ചെറുതോണി ഡാമിലെത്തിയിട്ടാണ്. ഇതാണ് ചെറുതോണി ഡാമിൻ്റെ വ്യൂ. അപ്പുറ സൈഡ് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഇതൊന്നും പ്രൈവറ്റ് ഏരിയ എന്ന് പറഞ്ഞാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇവിടെ അടുത്തൊരു മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട്. ഇന്ന് ഇവിടെ ഇല്ല, ബുധനാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ നമുക്ക് ഈ വണ്ടിയൊക്കെ കാണാൻ പറ്റും. ആൾക്കാരെ കൊണ്ടുപോകാനും ഒക്കെ ഉള്ള വണ്ടികളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വരവ് നമ്മൾക്ക് തെറ്റിപ്പോയി ഗൈസ്.
ഇന്ന് വരാൻ പാടില്ലായിരുന്നു. അപ്പം ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, വെനസ്ഡേസിൽ ഇടുക്കിയിലുള്ള എല്ലാ ഡാമുകളും അടച്ചിട്ടേക്കും, പ്രവേശനമുള്ളതായിരിക്കില്ല. അപ്പോൾ ഗായ്സ്, ഇതായിരുന്നു നമ്മുടെ മൂന്നാർ ടു ഇടുക്കി വ്ലോഗ്. ഞാനിവിടെ ചെറുതോണി ഡാമിൻ്റെ അവിടെ വെച്ച് നമ്മുടെ ഈ വ്ലോഗ് എൻഡ് ചെയ്യാണ്. പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എന്തായാലും വെനസ്ഡേസിൽ ഇടുക്കിയിൽ വരരുത്. ഡാമുകളൊന്നും കാണാൻ പറ്റില്ല, എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് മൂന്നാർക്ക് പോവാണ്. എന്നിട്ട് നാളെ ഞാൻ തിരിച്ച് വീട്ടിൽ പോവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത്. ബൈ.